ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചന്ന മസാലയാണ്, വെള്ള കടല മസാല. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മസാല അരച്ചിട്ടാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിട്ട് മസാല എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കറികളിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് പിന്നീട് അത് ഈ കടലയിട്ട് നല്ലതായിട്ട് കുറുക്കിയെടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു പാനിൽ എണ്ണ നന്നായി ഇരുന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കട്ടി കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന കറിവേപ്പിലയാണ്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഈ തക്കാളിയും കൂടെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ്, 1 സ്പൂൺ. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല. ഇത്രയും സാധനങ്ങളിട്ടിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി അത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കട്ടെ. ഇനി മസാല വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്കാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇടുന്നത്. അപ്പോൾ ഞാൻ കടല നല്ല വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. അപ്പം ആ കടലയുടെ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിൽ ഞാൻ കുറുക്കിയെടുക്കാൻ പോകുന്നത്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് തിക്നെസ് കുറവാണ് ആവശ്യമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഈ മസാല നല്ല കുറുക്കിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചതിന് ശേഷം ഈ മസാല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ കടല ഞാൻ നല്ല വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആ കടലയിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയെല്ലാം ആഡ് ചെയ്തു. ഇനി നോക്കേണ്ട ഉപ്പാണ്. ഞാൻ ഉപ്പിട്ടിട്ടാണ് ഈ കടല ഓൾറെഡി വേവിച്ചത്. എങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാം. ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം തിക്നെസ്. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കടലക്കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഭാഗം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് മസാല അരച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്